ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ് മൈക്രോവേവ് ഓവൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈമും എഫേർട്ടും ഒക്കെ എടുത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഈ മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നിലക്കടലയില്ലേ, പച്ചക്കടല, അത് കുറച്ച് വറുക്കാൻ പോവാം. അപ്പോൾ നോർമലി നമ്മൾ വറുക്കാനായിട്ട് എന്താ ചെയ്യുന്നത്, അത് ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് കുറേ മണലൊക്കെ ഇട്ടിട്ടല്ലേ വറുക്കുന്നത്. അപ്പോൾ അതൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നിലക്കടല എടുത്തിട്ട് ഈ നമ്മുടെ ഓവൻ്റെ ഗ്ലാസ് ട്രേയിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ്സ് മൈക്രോവേവ് ഓവൻ ഓണാക്കി വയ്ക്കുക. അതൊരു മീഡിയം ടു ഹൈ ടെമ്പറേച്ചർ, നമ്മളുടെ ഓവനിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യുക. 2 മിനിറ്റ്സ് കേട്ടോ, അതിൽ കൂടണ്ട, അതിൽ കൂടി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല വറുത്ത കടലയായിരിക്കും കിട്ടുന്നത്. നമ്മൾ നോർമലി കടല വറുക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലൊക്കെ ഇല്ല, അതേ സ്മെല്ലും ഒക്കെ കിട്ടും. അത്യാവശ്യം ചൂടുണ്ട്, അപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് കെയർ ചെയ്യുക. അപ്പോൾ നല്ല വറുത്ത കടല കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആറുമ്പോഴത്തേക്കിനും അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഒരുപാട് ചൂടില്ലേ, അതൊന്ന് മാറുമ്പോഴാട്ടോ അത് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. നമ്മൾ അത് തൊടുമ്പോൾ തന്നെ ആ ഒരു തൊലിയൊക്കെ, കടലയുടെ തൊലിയൊക്കെ അങ്ങ് ഇളകിപ്പോയിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബദാം. ബദാമും നമുക്ക് വറുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഓവൻ്റെ ഗ്ലാസ് ട്രേയിലേക്ക് ഒരു 2 മിനിറ്റ്സ് വെച്ച് കൊടുക്കുക. ആ 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നല്ല റോസ്റ്റഡ് ബദാം നമുക്ക് കിട്ടും. ഈ 2 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മളുടെ ഓവനിൽ ടൈമർ ഉണ്ടെങ്കിൽ ആ ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ടൈം നോക്കണം കേട്ടോ. ഇതിപ്പം 2 മിനിറ്റ്സ് നല്ല അത് കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കരിഞ്ഞു പോവും. ഇനി നമ്മളുടെ നാരങ്ങയില്ലേ, നാരങ്ങ നമ്മൾ പിഴിയുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഓവനിൽ വെച്ചതിന് ശേഷം എടുത്ത് പിഴിയുവാണെങ്കിൽ നമ്മൾ നോർമലി നാരങ്ങ പിഴിയുമ്പോഴത്തേക്കിനും കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം കിട്ടാനായിട്ട് സഹായിക്കും. കാരണം പൊതുവേ നമ്മൾ ഈ നാരങ്ങ ഫ്രിഡ്ജിലായിരിക്കുമല്ലോ വെക്കുന്നത്. ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കട്ട് ചെയ്തിട്ട് മുറിക്കുമ്പോഴത്തേക്കിനും അതിനകത്തുള്ള ഫുൾ നീര് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് മുൻപായിട്ട് ജസ്റ്റ് ആ പിഴിയുന്നതിന് മുമ്പായിട്ട് ഒരു 30 സെക്കൻഡ്സ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കരുത്, അതിൽ കൂടുതൽ വെച്ചാൽ അതങ്ങ് വെന്തു പോവും. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നാരങ്ങയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴത്തേക്കിനും നല്ലതുപോലെ നമുക്ക് ആ നീര് കിട്ടുന്നുണ്ട്. ഇനി നമ്മളുടെ വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി നമുക്ക് പ്രത്യേകിച്ച് ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി ആണെങ്കിൽ അതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഓവനിൽ വെക്കുക, ഒരു 15 സെക്കൻഡ്സ് മാത്രം വെക്കുക, എന്നിട്ട് എടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് പിച്ചാത്തിയുടെ പോലും ആവശ്യമില്ല, ജസ്റ്റ് കൈകൊണ്ട് ഈ തൊലി ഇങ്ങനെ വെടിയിച്ചെടുക്കാനായിട്ട് പറ്റും. 15 സെക്കൻഡ്സിൽ കൂടുതൽ വെക്കില്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് പോവും, നമുക്ക് ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോവും വെളുത്തുള്ളി. കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ആ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമലി വെളുത്തുള്ളി പൊളിച്ചെടുക്കുമ്പോഴത്തേനും കയ്യിലൊക്കെ സ്മെല്ല് വരത്തില്ല, ഇത് ആ സ്മെല്ലൊന്നും വരത്തുമില്ല. ഇതിപ്പം വെന്ത് പോയിട്ടൊന്നുമില്ല, ഞാൻ 15 സെക്കൻഡ്സ് മാത്രമേ വെച്ചുള്ളൂ. നമുക്ക് നോർമലി കിട്ടുന്ന പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പീസസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് പൊട്ടറ്റോ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഓവനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർക്കും കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കുക, ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസ് ട്രേയുടെ മുകളിൽ വെക്കുക. ഒരു 6 മിനിറ്റ്സാണ് നമ്മൾ വെക്കേണ്ടത്. 6 മിനിറ്റ്സിൽ ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഒന്ന് തിരിച്ചു വിടുവോ അല്ലെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടുക. എന്നിട്ട് ബാക്കി 3 മിനിറ്റ്സും കൂടെ ചെയ്യുക. ഇത് മെയിൻലി ഹെൽപ്ഫുൾ ആവുന്നത് നമ്മൾ ഈ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൊട്ടറ്റോ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് ആ കട്ട്ലറ്റിൻ്റെ മിക്സിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യുന്ന ടൈമിലെ ഈ പൊട്ടറ്റോയിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഈ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുത്തേക്കുന്ന പൊട്ടറ്റോ ആണെങ്കിൽ അതിനകത്ത് ഒരു വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കണം, പെട്ടെന്നൊക്കെ ഒരു മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഒരു 6 മിനിറ്റ്സിൻ്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ. പിന്നെ നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാത്രങ്ങൾ എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം 3 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കിനും ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഒന്നും കൂടെ 3 മിനിറ്റ്സ് വെച്ചു. അങ്ങനെ 6 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കിനും നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഈ 6 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും കാണാം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുളുങ്ങിയിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് 6 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അന്നേരം നമ്മളത് എടുത്തിട്ട് നല്ല ചൂടായിരിക്കുമല്ലോ, ഈ പൊട്ടറ്റോ വേകുമ്പോഴത്തേനും അറിയാലോ നല്ല ചൂടാണ്. അപ്പോൾ അത് കാരണം കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ തൊലി കളഞ്ഞെടുക്കാം.
ഇപ്പം അതിൻ്റെ ചൂട് പോയിട്ടുണ്ട് കേട്ടോ. ചൂട് പോയ ആ ടൈമിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇതിനകത്ത് അങ്ങനെ ഒരു വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അത് മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കാനും പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാനും അങ്ങനെ നമ്മൾ വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്യുന്ന ഈ കട്ട്ലറ്റ്, സമോസ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും ആ ഒരു വെറ്റ്നെസ് വരില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യുമല്ലോ. ഞാനപ്പോൾ ഒരു പൊട്ടറ്റോയും കൂടെ ഇതുപോലെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാഷ് ചെയ്ത് നോക്കാം. ഫുള്ള് ഉള്ളിൽ വരെയും അതിനകത്ത് അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങാൻ പറ്റും. ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് നോർമലി അറിയാലോ, അതിന് ഒരു സ്റ്റീമർ വേണം. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ഇഡലിത്തട്ടിലിട്ട് പുഴുങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്റ്റീമറിൽ വെച്ചൊക്കെ ആയിരിക്കും പുഴുങ്ങുന്നത്. അതിനൊക്കെ കുറച്ചൊരു ടൈമും എടുക്കും. ഇവിടെ നമ്മൾ ഓവനിൽ വെക്കുവാണെങ്കിൽ 3 മിനിറ്റ്സ് കൊണ്ട് നല്ല പോലെ പുഴുങ്ങി ഏത്തപ്പഴം കിട്ടും. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു തലയും വാലും കട്ട് ചെയ്തിട്ട് നടുക്കൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഓവനിൽ വെക്കുക. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും നല്ലതുപോലെ പുഴുങ്ങി ഏത്തപ്പഴം കിട്ടും. മിക്കവാറും ഓഫീസുകളിലൊക്കെ കാണുമല്ലോ മൈക്രോവേവ് ഓവൻ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം സപ്പോസ് ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നും എടുത്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവമൊക്കെ എടുത്ത് നമ്മൾ ബാഗിലിട്ടിട്ട് പോയാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒട്ടും സമയം എടുക്കത്തില്ല. പിന്നെ അതിനുവേണ്ടി അഡീഷണൽ പാത്രമൊന്നും വേണ്ട. പിന്നെ ഒരു 3 മിനിറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഈ പഴം വെന്ത് കഴിഞ്ഞാലും ഇതങ്ങ് ഒലിച്ച് വരത്തൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് കാണുമ്പോഴത്തേക്കിനും അറിയാൻ പറ്റും. ആ 3 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും വെന്തിട്ട് കുറച്ച് ഒരു ഫ്ലഷിൻ്റെ പോർഷൻ ഇങ്ങനെ തൊലിയുടെ പുറത്തേക്ക് വന്നിട്ടേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഇപ്പം ഉന്നക്ക ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും അതിനകത്ത് ആ ഒരു നനവില്ലാതെ വേണം ആ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കാൻ എന്ന് പറയും. അങ്ങനെ ഉന്നക്കയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഈ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഏത്തപ്പഴമാണ് കേട്ടോ. അതിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവത്തേയില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചുട്ട പപ്പടം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പപ്പടം ചുടണം എന്നുണ്ടെങ്കിൽ അടുപ്പ് വേണം. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ താമസിക്കുമ്പോഴത്തേക്കും അങ്ങനെ അടുപ്പ് ഇല്ല. അത് കാരണം നമുക്ക് ഈ ഓവനിൽ പപ്പടം ചുടാം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ജസ്റ്റ് 2 മിനിറ്റ്സ് നമ്മളുടെ മൈക്രോവേവ് ഓവൻ്റെ ഗ്ലാസ് ട്രേയുടെ മുകളിലേക്ക് ഈ പപ്പടം വെക്കുക. എന്നിട്ട് എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലതുപോലെ അടുപ്പിൽ ചുട്ടതുപോലെ തന്നെയുള്ളൊരു പപ്പടമാണ് കിട്ടുന്നത്. ജസ്റ്റ് നോക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും. നല്ല ക്രിസ്പി ആയിരിക്കും. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നോക്കുക. ആ ഒരു സൗണ്ടൊക്കെ വരും. അതിൻ്റെ ടേസ്റ്റും ചുട്ട പപ്പടത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പം പപ്പടം ചുടാനും മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യാം. ഇനിയുള്ളതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഈ സ്പഞ്ച് നമ്മൾ നോർമലി പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജേംസ് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നത് ഈ ഒരു നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പഞ്ചിലാണ്. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഈ ഒരു ഹീറ്റിൽ ഒരു 2 മിനിറ്റ്സ് മൈക്രോവേവ് ചെയ്യുമ്പോഴത്തേക്കിനും അതിലുള്ള ജേംസ് ചത്തുപോകും എന്നാണ് കേട്ടോ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം മിക്കവാറും ചെയ്യാറുണ്ട്. കാരണം നമുക്ക് തന്നെ നോക്കുമ്പോഴത്തേനും അറിയാമല്ലോ, നമ്മൾ ഈ സ്പഞ്ച് കുറേ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം പല ടൈപ്പ് പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രിഫറബിൾ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ടൊമാറ്റോ. നമുക്കിപ്പോൾ ഒരു ടൊമാറ്റോൻ്റെ പൾപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്താ ചെയ്യാറുള്ളത്, വേവിച്ച് പിന്നെ അതിൻ്റെ തൊലി കളഞ്ഞൊക്കെയല്ലേ എടുക്കുന്നത്. നമ്മളൊരു 30 to 45 സെക്കൻഡ്സിനുള്ളിൽ ഇതിനെ മൈക്രോവേവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കണം, പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു 30 to 45 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ആ തൊലിയൊക്കെ മാറിക്കിട്ടും. ആ തൊലി നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടൊമാറ്റോൻ്റെ പൾപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് കണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയി അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോവല്ലേ. പിന്നെ ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കേട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.